ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ദിവസത്തെ ഇത് ട്രാവൽ ഡേ ആണ്. ഈ ഒരു ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയും അതുപോലെ തന്നെ കുറച്ച് കൊച്ചു കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ട്രാവൽ ഡേ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തായിരുന്നു. നമ്മളിപ്പോൾ ലിവ എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റേക്കേഷന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടെൻറ്റ് സ്റ്റേ ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ലിവ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഫെസ്റ്റിവൽ കണ്ടുകൊണ്ട് ഇവിടെ ടെൻറ്റിൽ സ്റ്റേ ചെയ്യാം. പിന്നെ ഡെസേർട്ട് ഡ്രൈവ് അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ്, പിന്നെ ഡെസേർട്ട് ഡ്രൈവ് കോമ്പറ്റീഷൻ എല്ലാം നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പാർട്ടായിട്ട് നമ്മൾ ഇവിടെ ഉള്ള ടെൻറ്റ് ഇതെന്ന് പറയുന്നത് നേരത്തെ പ്രീ ബുക്ക് ചെയ്യണം. പ്രീ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഓരോ ഫാമിലീസ് ഓരോ ടെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 ഫാമിലി ആണ് 5 ഫാമിലീസാണ് വന്നത്. അപ്പോൾ 5 ഫാമിലീസിന് 5 ടെൻറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ നമ്മുടെ ടെൻറ്റിൻ്റെ കുറച്ച് താഴെയായിട്ട് ഇപ്പോൾ നമ്മളിത് രാവിലെ ഒരു 7:30 8 ഒക്കെ ടൈം ആയിട്ടുണ്ട്. അപ്പം അടുത്ത് തന്നെ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ബ്രഷ് ചെയ്യാനും അതുപോലെ തന്നെ കുളി കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ വാഷ്റൂമിൽ വന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള വളരെ തണുപ്പ് ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു ഉറക്കവും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ഒന്ന് പല്ലൊക്കെ തേച്ച് ബ്രഷ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് നമ്മൾ നമ്മുടെ ടെൻറ്റിന് തൊട്ട് താഴെയുള്ള വാഷ്റൂമിലേക്ക് ഒന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പരമായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നമുക്ക് ടെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തണുപ്പൊക്കെ അടിച്ചിട്ട് തണുപ്പെന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിലല്ലോ, ഒരു ഓപ്പൺ ഏരിയയിലാണല്ലോ. അപ്പം നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ചായ, ഒരു ഗ്ലാസ് ബ്ലാക്ക് ടീ. അപ്പം ഇവിടെ ചായയും കാര്യങ്ങളും എല്ലാം ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഒരു ഗ്ലാസ് നല്ല ചൂട് കടും കാപ്പി. അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. രാത്രിയൊക്കെ അത്യാവശ്യം ഭയങ്കര തണുപ്പായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പിനേക്കാളും മുകളിലുള്ള ഒരു തണുപ്പായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴത്തേനും ഓക്കെ ആയി, നമുക്ക് എല്ലാം ഓക്കെ ആയി. എങ്കിലും ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു കൂൾ രാവിലത്തെ ആ ഒരു തണുത്ത വെയിലൊക്കെ അടിച്ച് രാവിലത്തെ ആ ഒരു ഇളം ചൂടും ഒക്കെ അടിച്ച് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ മക്കൾ നല്ല ഉറക്കമാണ്. ഇത് നമ്മൾ സ്റ്റേ ചെയ്ത നമ്മുടെ ടെൻറ്റിൻ്റെ ഉള്ളാണ്. അപ്പോൾ അത് അത്യാവശ്യം ഒരുപാട് ഒരു ടെൻറ്റിൽ അത്യാവശ്യം ഒരു 4 ഫാമിലീസിന് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടെൻ്റാണ്. അപ്പോൾ കുട്ടികൾ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് മണ്ണിൽ കളിയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ കുട്ടികളും മണ്ണിൽ കളിയാണ്. അവർ മണ്ണിൽ ഇങ്ങനെ ഗോപുരം ഉണ്ടാക്കലോ അങ്ങനെ എല്ലാം പിള്ളേരെല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരിക്കുകയാണ്. നമ്മൾ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ അവരെ. അപ്പോൾ മക്കളെല്ലാം മാക്സിമം എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് മണ്ണിൽ കളിക്കുന്നതോ വെള്ളത്തിൽ കളിക്കുന്നതോ ഒന്നും റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യം നോക്കണമല്ലോ. അപ്പോൾ വിശപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ദോശ ബാറ്റർ. അപ്പോൾ ദോശയുടെ പാക്കറ്റും കാര്യങ്ങളും ഒക്കെ പൊട്ടിച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ അതിനുശേഷം പല ഐറ്റംസ് ഉണ്ട്. നമുക്ക് രാവിലെ ദോശയും നൈസ് പത്തിരി, അതുപോലെ തന്നെ ചിക്കൻ പൊട്ടറ്റോ കറി, അതുപോലെ തന്നെ ബീഫ് കറി, അങ്ങനെ കാര്യങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എഗ് ഓംലെറ്റ്, എഗ് ദോശ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് കറി. അപ്പോൾ നമ്മൾ ബീഫ് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ കറീസൊക്കെ 2 നേരത്തേനാണ് റെഡിയാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ഇന്നലെ ഡിന്നർ കഴിച്ചു, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുക്കാം എന്നുള്ള കാൽക്കുലേഷനിൽ. അപ്പോൾ എനിക്ക് പത്തിരിയും ബ്രെഡും ഒന്നും വേണ്ടായിരുന്നു. നല്ല അടിപൊളി ദോശ, നല്ല ചൂട് ദോശ പുറത്തുനിന്ന് ഫ്രഷായിട്ട് ചുട്ട് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂട് ദോശയും ചിക്കൻ പൊട്ടറ്റോ കറിയും ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല ചൂട് ദോശ ചുട്ട് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ 1 കപ്പ് ബ്ലാക്ക് ടീ കുടിച്ചു. അതിനുശേഷം ഞാൻ
2 ദോശയും അതുപോലെ തന്നെ ചിക്കൻ പൊട്ടറ്റോ കറിയും കഴിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രഷ് മിൽക്ക് ടീയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ച് അങ്ങനെ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ആ ചായ കുടിച്ച സമയത്ത് കുറേ സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് ചായ കുടിച്ചത്. അത് ജസ്റ്റ് ഇച്ചിരി ഹറിബറി തിരക്കും കാര്യങ്ങളൊക്കെ കാരണം കുറച്ച് ഷോർട്ട്സും കാര്യങ്ങളൊക്കെ മിസ്സായി പോകുന്നുണ്ട്. നമ്മൾ ചിപ്സ് കുറേ സ്നാക്സ് എന്തൊക്കെയോ വെച്ച് കുറച്ചാണ് നമ്മൾ ചായ കുടിച്ചത്. അപ്പോൾ ഒരു ഗ്ലാസ് ചായ രാവിലെ കുടിച്ചു. പിന്നെ നല്ല ചൂട് ദോശയും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ പൊട്ടറ്റോ കറി, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചായയും കൂടെ എടുത്ത് കുടിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസി ആയിട്ടുള്ള കറിയും അതിൻ്റെ കൂടെ ചൂട് ചായയും. പിന്നെ ദോശയൊക്കെ കഴിച്ചതിന് ശേഷം 2 പത്തിരി. ശരിക്കും പറഞ്ഞാൽ എനിക്കിന്ന് രാവിലെ പത്തിരിയുടെ വലിയ ആവശ്യമില്ലായിരുന്നു. ആ ദോശ എന്ന് പറയുന്നത് അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട്സ്, അപ്പോൾ ഒരു പ്ലമ്മും അതുപോലെ തന്നെ ഒരു ഓറഞ്ചും എടുത്ത് നമ്മൾ കഴിച്ചു. അതിനുശേഷം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ചായ. നമ്മൾ കുറച്ച് കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ നല്ലൊരു ചൂട് പതപ്പിച്ച ഫ്രഷ് മിൽക്ക് ചായ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചായ. അപ്പോൾ പുറത്തെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. രാത്രിയായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ ഒരു ഇളം ചൂടും അതുപോലെ തന്നെ കാറ്റും തണുപ്പും എല്ലാം കൂടെ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, കുറച്ച് ഫ്രൂട്ട്സും ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ ഒരു ഇത്ത ഉണ്ട്. അപ്പോൾ സമീറ ഇത്താടെ വക ഒരു ഡിഷ് ഇത്ത പ്രിപ്പയർ ചെയ്യാണ്. ആദ്യം കുറച്ച് ടൊമാറ്റോയും അതുപോലെ തന്നെ ഓണിയൻ, പിന്നെ നമ്മുടെ പൊരി ഉണ്ടല്ലോ, ആ പൊരി എല്ലാം കൂടെ ചേർന്നിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കോക്കനട്ട് ഓയിലും പിന്നെ ബോയിൽഡ് എഗ്ഗൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒരു ചാട്ട് ടൈപ്പ് ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് വെറുതെ വർത്താനം പറഞ്ഞിരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് പെപ്പർ പൗഡർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ ഇത് ചെയ്യുകയാണ്. അപ്പം ഇതൊരു വളരെ എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു സംഭവം, ഈ ഒരു ചാട്ട് ഐറ്റം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിലത്തെ ആ ഒരു ഓണിയനും അതുപോലെ തന്നെ ആ ബോയിൽഡ് എഗ്ഗും ടൊമാറ്റോയും ആ സ്പൈസസും എല്ലാം കൂടെ ചേർത്തിട്ട് ഈ പൊരി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് കുറച്ച് ഒരു ഉച്ച സമയമായപ്പോഴത്തേനും ഇതാണ് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഇത് കഴിച്ചു. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തിരുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ ആ ഷോട്ടൊക്കെ ഒന്ന് എടുത്തതാണ്. വളരെ ടേസ്റ്റായിരുന്നു. നമ്മൾ എന്തൊക്കെയോ കഴിച്ചും കുടിച്ചും ഇരുന്നത് കൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള വിശപ്പൊന്നും ഇല്ലായിരുന്നു. രാവിലെ ആണെങ്കിലും ചായ, ബ്ലാക്ക് ടീ, അതുപോലെ തന്നെ ഫ്രഷ് മിൽക്ക് ടീ, അതിനുശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അതിനുശേഷം ഫ്രൂട്ട്സ്, ബേക്കറി, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചാട്ട് ഐറ്റം, അങ്ങനെ എന്തൊക്കെയോ കഴിക്കലും കുടിക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ലിവായിൽ നിന്ന് ഗുഡ് ബൈ പറയുകയാണ്. നമ്മൾ ഇന്ന് ലിവ ടു ദുബായിലേക്ക് പോവുകയാണ്, നമ്മുടെ വീടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കുറച്ച് നേരം കൂടെ എല്ലാവരും കൂടെ കൂടിയതിന് ശേഷം നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഇനി ചെയ്യണം. അപ്പോൾ ബോയിൽഡ് എഗ്ഗൊക്കെ കട്ട് ചെയ്തിട്ടു. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഓരോരോ ബൗളിലൊക്കെ ആക്കി നമ്മൾ സ്പൂണിലേക്ക് വെച്ച് കോരി കഴിക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പം കുട്ടികളൊക്കെ മണ്ണിൽ കിടന്ന് മറിയാണ്. ഇനിയിപ്പോൾ അവരെയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ച് നനച്ച് കുളിപ്പിച്ച് ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഓക്കെ ആയതിനു ശേഷം നമ്മൾ നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടെൻറ്റിൽ സ്റ്റേ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലെ സ്റ്റേ ആയിരുന്നു. ഇനിയിപ്പോൾ ട്രാവൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു 6-7 മണിക്കൂറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഒരു ഉച്ചയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ രാത്രി ടൈമിൽ വീട്ടിലെത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ലിവ ടു അബുദാബി എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ഒരു 6-7 അവേഴ്സ് ട്രാവലുണ്ട്. അപ്പോൾ നമുക്ക് ലിവയിൽ നിന്ന് അബുദാബിയിലെത്താൻ തന്നെ
ഒരു 4 മണിക്കൂറോളം യാത്രയുണ്ട്. അത് കഴിഞ്ഞ് അബുദാബി ടു ദുബായ് എന്ന് പറയുന്നത് പിന്നെ ഒരു 2 മണിക്കൂറോളം ട്രാവലുണ്ട്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഒറ്റ ഡ്രൈവ് അല്ലല്ലോ, നമ്മൾ എല്ലാവരും നിർത്തി ഇടയ്ക്കിടയ്ക്ക് നിർത്തലും കഴിക്കലും കുടിക്കലും കുറിക്കലും എല്ലാം ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ടൈം എല്ലാവരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്കൊരു 6 മണിക്കൂറിൽ നമ്മൾ വീട്ടിലെത്തേണ്ടത് എങ്ങനെ പോയാലും നമ്മളൊരു 7-8 മണിക്കൂറിൻ്റെ ഉള്ളിലേ നമ്മൾ എത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വിടുകയാണ്. നമ്മൾ ഉച്ചയ്ക്ക് കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാത്രി ഒരു 10 മണി 11 മണിയോട് കൂടിയിട്ട് വീട്ടിലെത്തുന്ന രീതിയിലായിരിക്കും നമ്മളെത്തുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അതുപോലെ കുട്ടികളെയൊക്കെ ഒന്ന് ക്ലീനാക്കി കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫെസിലിറ്റീസ് എല്ലാവിധ നല്ല അടിപൊളിയായിട്ടുള്ള വളരെ ക്ലീനായിട്ടുള്ള അടിപൊളി വാഷ്റൂമും ഫെസിലിറ്റീസും എല്ലാം നമ്മുടെ ടെൻറ്റിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കിടന്നതാണ് ടെൻറ്റിൽ. ബാക്കി നമ്മൾക്ക് എല്ലാം വളരെ ഇവിടെ ടെൻറ്റിലാണെങ്കിലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ നൈറ്റ് ഇവിടെ വന്നതുകൊണ്ട് അധികം ഡേ വ്യൂ ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ തൊട്ട് അപ്പുറത്തെ ഡ്യൂണിൽ അടിപൊളിയായിട്ടുള്ള ഡ്രൈവ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തല കറങ്ങും, അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഡ്രൈവ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെയാണ് ലിവായിൽ നടക്കുന്നത്. ഫെസ്റ്റിവൽ സ്പെഷ്യൽ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം ഞങ്ങളുടെ ഡ്രസ്സും ബാഗും എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളെ മുകളിൽ നിന്ന്, അതായത് ആ ടെൻറ്റിൽ നിന്ന് നമ്മൾ താഴെ റോഡിലേക്ക് എത്തിക്കാനായിട്ട് അവിടെ സ്പെഷ്യൽ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കയറ്റാനും ഇറക്കാനും അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ അവരുടെ വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ അതിലൊക്കെ കയറിയിരുന്നു, നമ്മൾ വിട്ടു. ഇപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്, റോഡിലെത്തിയിട്ടുണ്ട്. റോഡിൽ എത്തി കുറച്ച് ടൈം നമ്മൾ ഈ ഒരു ഡ്രൈവ് കോമ്പറ്റീഷൻ കുറച്ച് നേരം ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും വണ്ടി ഒന്ന് സൈഡാക്കി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലിവായിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്യൂണാണ്, മൊറീബ് ഡ്യൂൺ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. ഈ ഒരു മൊറീബ് ഡ്യൂൺ എന്ന് പറയും. അപ്പം ഇവിടെ അത്യാവശ്യം ഒരു വലിയൊരു ഡ്യൂണാണ്. അപ്പം കുറേ നേരം നമ്മൾ ഇതൊക്കെ ആസ്വദിച്ച് കുറച്ച് കൂടുതൽ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മുടെ കംപ്ലീറ്റ് ഐറ്റംസ് സത്യം പറഞ്ഞാൽ വണ്ടി നിറഞ്ഞു. കാര്യം വെച്ചാൽ ഒരു 2 days ലിവ പരിപാടിയായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടി നിറച്ച് നമ്മുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലിവായിൽ നിന്ന് ബൈ പറയാൻ പോവുകയാണ്. ഇനിയിപ്പോൾ മുന്നോട്ട് നമ്മൾ യാത്രയായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് വിടുന്നതിന് മുന്നേ കുറച്ച് കൂടുതൽ നേരം അവിടെ നിന്ന് ആ ഒരു കോമ്പറ്റീഷൻ, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നൈറ്റാണ് എത്തിയത്. നൈറ്റ് എത്തിയപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഡ്രൈവ് കോമ്പറ്റീഷൻ അത്ര കാര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം കംപ്ലീറ്റ് ഇരുട്ടും ഡാർക്കും ഒക്കെ കാരണം. ഈ ഒരു ഡേ ലൈറ്റിലാണ് നമ്മൾ ഈ ഒരു കോമ്പറ്റീഷൻ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ സഹിക്കാൻ പറ്റാത്ത തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഒരുപാട് നേരം നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ടെൻറ്റിനുള്ളിലേക്ക് നേരത്തെ എത്തിയായിരുന്നു. ഇപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മൾ ലിവ ടു അബുദാബി വെച്ച് പിടിക്കുകയാണ്. ഇനിയിപ്പോൾ യാത്രയുടെ ഇടയിൽ നമുക്ക് ലഞ്ച് കഴിക്കണം. അപ്പം ലഞ്ചെന്ന് പറയുമ്പോഴത്തേനും ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞു. നമ്മൾ ശരിക്കും ഒരു നമ്മുടെ പ്ലാൻ എന്ന് പറയുന്ന ഒരു മന്തി റെസ്റ്റോറൻറ്റിൽ കയറാം എന്നാണ്. അപ്പം മന്തി എന്ന് പറയുമ്പോഴത്തേനും 24 hour മന്തി റെസ്റ്റോറൻറ്റ്സിൽ മന്തി കിട്ടുമല്ലോ. അപ്പം നമുക്ക് എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല. നമ്മൾ ഏകദേശം ഒരു 4:30 ഒക്കെ ആയപ്പോഴത്തേനാന്ന് തോന്നുന്നു മന്തി റെസ്റ്റോറൻറ്റിലെത്തിയത്. അത് അബുദാബി വരെ എത്തിയില്ല. അബുദാബി നിന്നൊക്കെ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൊറീബ് ഡ്യൂൺസ് റോഡ് സൈഡിൽ കംപ്ലീറ്റ് അടിപൊളി ഡ്യൂൺസൊക്കെയാണ്. അപ്പോൾ ഡ്യൂൺസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ
എവിടെ നോക്കിയാലും ഈ ഒരു ഡ്യൂൺസും അതുപോലെ തന്നെ ഈ ഒരു മണ്ണും മൺകൂനയും മൺകെട്ടും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട് വിശപ്പിൻ്റെ വിളി ചെറുതായിട്ടൊന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മന്തി റെസ്റ്റോറൻറ്റ്, ഇവിടെ നമ്മുടെ ഇക്കാമാർക്കൊക്കെ മുന്നേ കയറി പരിചയമുള്ള വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒത്തൻറ്റിക് അറബിക് റെസ്റ്റോറൻറ്റ്, അവിടെയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറുന്നത്. മന്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ടൈമിലും അവൈലബിൾ ആണ്, 24 hour മന്തി അവൈലബിൾ ആണല്ലോ. അപ്പം നോർമൽ മീൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് നമുക്ക് നടപടിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിതാ മന്തി റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ നമ്മൾ മജ്ലിസ് പുറത്ത് ആ ഒരു തണുപ്പൊക്കെ കൊണ്ട് ഔട്ട്ഡോറിൽ നമ്മൾ മജ്ലിസിലാണ് ഇരുന്നത്. അപ്പോൾ ലേഡീസ് എല്ലാം ഒരു മജ്ലിസിൽ, കിഡ്സിനെ എല്ലാം ഒരു മജ്ലിസിലിരുത്തി, പിന്നെ ജെൻസ് ആണുങ്ങളെല്ലാം ഒരു മജ്ലിസിൽ, അങ്ങനെ 3 മജ്ലിസിലായിട്ടാണ് നമ്മൾ ഇരുന്നത് പുറത്ത് തന്നെ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ തണുത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജർജൻസ് എന്ന് പറയുന്ന ഒരു ലീഫി വെജിറ്റബിൾ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് സോസൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കുറേ സാലഡ് രൂപത്തിൽ കഴിച്ചു. ഇതെന്ന് പറയുന്നത് ക്യാമൽ മീറ്റാണ്. അപ്പോൾ ഞാനൊരുപാട് ക്യാമൽ മീറ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ചിക്കൻ മന്തിയും അതുപോലെ തന്നെ മട്ടൻ മന്തിയും. ഞാനാണ് ചിക്കൻ മന്തി ഓർഡർ ചെയ്തത്, കാരണം ഞാൻ അത്ര മട്ടൻ മന്തി ഫാനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ മന്തി ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് അടിപൊളിയായിട്ട് ഷെയർ ചെയ്ത് എല്ലാം കഴിച്ചു. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു മിൻറ്റ് ലൈമും കൂടെ കഴിച്ചിട്ട് നല്ല അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ടാണ് സൂപ്പർ. പിന്നെ ഈ കുനാഫയുടെ കാര്യം എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കുനാഫയാണ്. ഞാൻ ലൈഫിൽ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് കുനാഫയായിരുന്നു. നമ്മുടെ എന്താ പറയുക, എന്ത് വേണം ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറഞ്ഞു, പല ഓപ്ഷൻസ് പറഞ്ഞു. നമ്മൾ ക്രീം കുനാഫയാണ് ചൂസ് ചെയ്തത്. എൻ്റെ പൊന്നോ, വായിലിട്ട അലുത്ത് പോവും, മൗത്ത് വാട്ടറിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും ബെസ്റ്റ് ഒരു കുനാഫ എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഡിന്നർ എന്താ പറയുക നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ചല്ല കേട്ടോ, ഈവനിങ് ആയി, ഒരു 5:30-6 മണിയോട് അടുപ്പിച്ചായി. അപ്പോൾ കുട്ടികളിതാ പുറത്ത് കളിക്കലും കാര്യങ്ങളൊക്കെയാണ്. നമ്മളും പുറത്തിങ്ങനെ എന്താ പറയുക ഓരോന്ന് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ സൈറും പിള്ളേരെയൊക്കെ നമ്മളങ്ങ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ആ മന്തി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് ഒരു രാത്രിയായി. അത്യാവശ്യം രാത്രി ഒരു 8:30-9 മണിയായി. അപ്പോൾ ഒരു ചൂട് ചായ കുടിക്കാൻ തോന്നി, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഒരു ചൂട് ചായ കുടിച്ചു. നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം രാത്രി ആയപ്പോഴത്തേനും കുറച്ച് കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ സാറായിക്ക് കാടമുട്ട പുഴുങ്ങിയത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കാടമുട്ട അതൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അവസാനിപ്പിച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.